ഒരു നേരം പുറത്തുനിന്ന് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി, പിറ്റത്തെ നേരം ഉണ്ടല്ലോ നല്ല നാടൻ കറി കൂട്ടി ചോറ് കഴിക്കാൻ തോന്നും. ആഹാ, എന്ത് നല്ല ശീലം അല്ലേ. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇതുപോലത്തെ നല്ല ശീലങ്ങൾ? നാടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ഓർമ്മ വരിക? എന്താ 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 പച്ചക്കറിയും ഉണക്കമീനും. എന്നാലേ ഇത് രണ്ടും കൂടി ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ വെച്ച് കാച്ചാൻ പോണത്. കാച്ചാൻ ഇതെന്താ പാലോ? വേണ്ട, പാല് വേണ്ട. അല്ലെങ്കിലും പച്ചക്കറിയിൽ ആരെങ്കിലും പാൽ ഒഴിക്കോ? ഒഴിക്കുമല്ലോ. തേങ്ങാപ്പാൽ ഒഴിക്കാലോ. എന്നാലേ തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചിട്ടാണ് ചേർക്കാൻ പോണത്. ട്വിസ്റ്റ് ട്വിസ്റ്റ്. ഈ സാധനം ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ ദേഷ്യപ്പെട്ടു നോക്കി. സാധാരണ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണല്ലോ തിരിച്ചെല്ലാവരും ചൂടാവണത്. ആശ്രമല്ലാട്ടോ, ആ ശ്രമം അത് പരാജയപ്പെട്ടതുകൊണ്ട് അവസാനം ഗ്യാസിൽ വെച്ചെന്നെ ചൂടാക്കി. മക്കള് വാ, നമുക്കൊന്നേ അരഞ്ഞിട്ട് വരാം. അങ്ങനെ തിളക്കുന്ന മാങ്ങന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. തേങ്ങയെ ഞാൻ അതിലോട്ട് ചേർത്തിരിക്കുന്നു. ഇനി മാങ്ങയും തേങ്ങയും ഒരുമിച്ച് അങ്ങോട്ട് തുള്ളിക്കോളൂ. അവർക്ക് നീന്തി തുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അങ്ങോട്ട് ചേർക്കുക. ഓ, വെള്ളം അത്ര വെച്ചിട്ട് മതിയാവണില്ലല്ലോ. ഇവനും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് തുള്ളൽ അങ്ങോട്ട് അവസാനിപ്പിക്കുക. ഇനി രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചാൽ ശുഭം. പൊട്ടിക്കോ. എന്താ ഒരു ആൻസർ അല്ലേ? തീർന്നിട്ടില്ല. ഇതുകൂടി ഒന്ന് ഫ്രൈ ആക്കിയാൽ എനിക്ക് കിച്ചൺ അങ്ങോട്ട് ക്ലോസ് ചെയ്യായിരുന്നു. മറിച്ചിട്ടപ്പോ മീനിന്റെ ഒരു ഇളക്കം നോക്കേ. പിന്നീട് എല്ലാം ഷടപടേന്നായിരുന്നു. കാരണം ഇതും വെയിറ്റ് ചെയ്ത് ഒരാൾ അവിടെ ഇരിക്കണ്ടേ. അങ്ങനെ അയാളെ പറഞ്ഞയച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കണ്ടത് വൃത്തിയാക്കാനുള്ള എന്റെ സാമ്രാജ്യം. മൂട് പോയി. ഒരു മിനിറ്റ്, ഇപ്പം വരാട്ടാ. ആ വരും, ഇപ്പം വരും. കാത്തിരുന്നോട്ടാ.